നിങ്ങൾ അറിഞ്ഞായിരുന്നോ നോർത്ത് ഇന്ത്യയിൽ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്ന കാര്യം? എങ്ങനെ റേപ്പ് ചെയ്യാതിരിക്കുന്നത്? അതുപോലല്ലേ ഇവളുമാര് തുണി ഇട്ടുകൊണ്ട് കിടക്കുന്നത്. നാണമില്ലല്ലോ ആന്റി നിങ്ങൾക്ക് ഇതൊക്കെ പറയാന്. നിങ്ങളുടെ വീട്ടിലൊരു മോളുള്ളതല്ലേ? ഇപ്പൊ നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട ന്യൂസ് ഇത്ര കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. പെണ്ണിടുന്ന തുണിയുടെ കുഴപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ സംഭവം, മരിച്ച സമയത്ത് അവരെന്ത് ഇട്ടതെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഈ പറയുന്ന കുലസ്ത്രീകളായ പെൺകുട്ടികൾ മാത്രം ഇടുന്ന ചുരിദാർ, അതും വിത്ത് ഷോള്. ചിലപ്പോൾ അതിന്റെ തെറ്റായിരിക്കും. എവിടെന്നേലും എന്തേലും ഒക്കെ കേട്ടിട്ട് പറയാൻ ഇങ്ങനെ നാണമില്ലേ? ഒരു പെൺകുട്ടിക്ക് റേപ്പ് സംഭവിച്ച് അവള് മരിച്ചു കഴിഞ്ഞാലും പറഞ്ഞോണം അവിടെ തുണിയുടെ കുഴപ്പം, അവൾ ഇട്ട ഡ്രസ്സിന്റെ കുഴപ്പം, അല്ലെ അവളുടെ സ്വഭാവത്തിന്റെ കുഴപ്പം. നാളെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മോക്കായാലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ പറയോ? സത്യം പറയാലോ, സ്വന്തമായിട്ട് ഒരു അനുഭവം ഉണ്ടാവുന്നവരെ എല്ലാവർക്കും ഇതൊക്കെ വെറും ന്യൂസ് മാത്രമാണ്. ആ പാവം എന്ത് ചെയ്തിട്ടാ? ഇട്ട തുണിയുടെ കുഴപ്പമാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ചുരിദാറല്ലേ ഇട്ടത്? അതോ അവര് വർക്ക് ചെയ്ത ഫീൽഡിന്റെ കുഴപ്പമാണോ? ഒരു ടീച്ചറായിരുന്നു. ചിലപ്പോൾ മഹാഭാവമായിരിക്കുമല്ലോ ചെയ്തത്. കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വലിയ തെറ്റാണല്ലോ. അതൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ കണ്ട ഈ പറയുന്ന വലിയ കുറ്റം. റേപ്പ് ചെയ്തതും പോരാഞ്ഞിട്ട് ആ പാവത്തിന് തല അറുത്തയിട്ടിരുന്നത്. ഒരു പെണ്ണിന്റെ ശത്രു ഈ പറയുന്ന ആണുങ്ങൾ മാത്രമല്ല, മറ്റൊരു പെണ്ണ് തന്നെ.